നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. ഉത്തര മലബാറിലെ ആദ്യ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ വിജയകരമായി പൂർത്തീകരിച്ചതായി ഡോക്ടർമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും സങ്കീർണമായ പ്രൊസീജിയറുകൾ കൂടി വിജയകരമായി പൂർത്തീകരിക്കപ്പെടുമ്പോൾ കണ്ണൂരിന്റെ ആതുര സേവന മേഖല ആഗോള നിലവാരത്തിലേക്ക് കൂടി വളരുകയാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പറഞ്ഞപോലെ നമ്മളിത് തുടങ്ങിയ കാലത്ത് ഓരോന്നും ഫസ്റ്റിന് നോക്കാൻ വരുമ്പോൾ ഫസ്റ്റിനുള്ള ആ ഒരു കീപ്പപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ സമയത്തും എമർജൻസി മെഡിസിൻ എന്നുള്ള ഒരു സത്യം അത് നമ്മൾ കൊണ്ടുവന്നത് ആസ്ട്രമിക്സ് ആണ്. അതിപ്പോൾ പല ഹോസ്പിറ്റലിലേക്കും അത് വ്യാപിച്ചിരിക്കുന്നു. കെയർ നമ്മുടെ കണ്ണൂരിലുള്ള ജനങ്ങൾക്ക് കിട്ടുന്ന കെയർ കുറച്ചുകൂടെ നേടുകയാണ്. ഇപ്പൊ നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ രോഗികളും വൃക്ക മാറ്റിവെക്കാൻ പോകുന്നത് ഒന്നില്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ എറണാകുളം അല്ലെങ്കിൽ മംഗലാപുരം അങ്ങനെ സമീപ ജില്ലകളിലാണ്. അത് നമുക്ക് ഇവിടെ തന്നെ ഈ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനത്തോടെ പറയാവുന്ന കാര്യമാണ്. അതിന് ഒരു വശം എന്താണെങ്കിലും ഇവര് ചെയ്തു കഴിഞ്ഞാൽ ഈ വൃക്ക മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ സാധാരണ ശസ്ത്രക്രിയക്കാളും കുറച്ചും കൂടി സങ്കീർണമാണ്. കാരണം വേറൊരു രോഗിയുടെ വൃക്കയാണ് ഈ രോഗി സ്വീകരിക്കുന്നത്. അപ്പൊ അത് റിജക്ട് ചെയ്യാൻ, അതായത് ശരീരത്തിൽ നമുക്ക് വേറൊന്ന് ആ സ്വീകർത്താവ് അത് റിജക്ട് ചെയ്യാൻ ഉള്ള ചാൻസ് കൂടുതലാണ്. ഗുരുതരമായ വൃക്കരോഗത്തെ തുടർന്ന് ഡയാലിസിസിന് വിധേയനായി ജീവിതം മുൻപിലേക്ക് കൊണ്ടുപോയിരുന്ന തലശ്ശേരി സ്വദേശി 51 വയസ്സുകാരനാണ് അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ പുതിയ ജീവിതം നേടിയെടുത്തത്. പേഷ്യന്റിന് അതിന്റെ ജോലി നമ്മൾ കൃത്രിമമായിട്ട് ചെയ്തു കൊടുക്കണം. അന്നേരം അത് സാധാരണ ചെയ്യുന്ന എങ്ങനെ ഡയാലിസിസ് ചെയ്യും. 2 തരം ഡയാലിസിസ് ഉണ്ട്. അങ്ങനെ ബ്ലഡ് എടുത്തിട്ടുള്ളത് ചെയ്യാം, പിന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണ്ട്. പക്ഷെ ഇതിന്റെ ഏറ്റവും കൂടുതൽ കിഡ്നിയുടെ എല്ലാ ജോലികളും പകരം ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മളൊരു പുതിയ കിഡ്നി തന്നെ കൊടുക്കണം. അതാണ് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. അന്നേരം അത് ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഇപ്പൊ അത് പ്രാവർത്തികമായിട്ടുണ്ട്. നമ്മൾ ഒരു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു ഇതുവരെ. അന്നേരം അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പേഷ്യൻസ് എല്ലാം ഇപ്പൊ ട്രാൻസ്പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവരും മംഗലാപുരത്തും കോഴിക്കോടും ഒക്കെ പോകണമായിരുന്നു. ഇപ്പൊ അവർക്ക് ഇവിടെ തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള സൗകര്യം ആയിട്ടുണ്ട്. നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ബിജോയ് ആന്റണി, ഡോക്ടർ പ്രദീപ് വിആർ, ഡോക്ടർ സാരംഗ് വിജയൻ, ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സത്യേന്ദ്രൻ നമ്പ്യാർ, ഡോക്ടർ അക്ബർ അലി, അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ അനീഷ്, ഡോക്ടർ വന്ദന, ഡോക്ടർ പ്രശാന്ത്, നഴ്സിംഗ് വിഭാഗം സോണിയ, രമ്യ തുടങ്ങിയവർ വൃക്ക മാറ്റിവെക്കലിന് നേതൃത്വം നൽകി. ആസ്റ്റർ മിംസ് സിഇഒ ഡോക്ടർ അനൂപ് നമ്പ്യാർ, CMS ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത്, DGM ഓപ്പറേഷൻ ബിപിൻ ജോർജ്, നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ബിജോയ് ആന്റണി, ഡോക്ടർ പ്രദീപ് വിആർ, ഡോക്ടർ സാരംഗ് വിജയൻ, ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സത്യേന്ദ്രൻ നമ്പ്യാർ, ഡോക്ടർ അക്ബർ അലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ.